രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ പുറത്തു വരുമ്പോഴും വീണ്ടും രാഹുലിനെ സംരക്ഷിച്ച് ഷാഫി പറമ്പിൽ വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും അസോസിയേഷൻ്റെയും പരിപാടിയിൽ രാഹുലിനെ പങ്കെടുപ്പിക്കാൻ നീക്കവുമായി ഷാഫി. മണ്ഡലത്തിൽ നിന്ന് ഏറെ നാൾ വിട്ടുനിന്നാൽ പ്രതിസന്ധിയാവും എന്ന് ഷാഫി. പാലക്കാട് ഇന്നലെ നടന്ന എ ഗ്രൂപ്പ് യോഗത്തിലാണ് വിഷയം ചർച്ച ചെയ്തത്. KPCC ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ്റെ വീട്ടിലായിരുന്നു യോഗം. വിവരം നൽകാൻ അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, MLA മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി വിട്ടുനിൽക്കുന്നു, ഏറെ നാൾ വിട്ടുനിൽക്കുന്നൊരു സാഹചര്യം, അത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാവും എന്ന ഒരു വിലയിരുത്തലിൻ്റെ ഭാഗമാണ് എന്തായാലും രാഹുലിനെ വരുന്ന ദിവസങ്ങളിൽ മണ്ഡലത്തിൽ നടക്കുന്ന പരിപാടികളിലൊക്കെ പങ്കെടുപ്പിക്കാൻ ഇപ്പോൾ ഷാഫി പറമ്പിലും സംഘവും തീരുമാനിച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും നിഖിൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറെക്കാലം പാലക്കാട് നിന്നും വിട്ടുനിൽക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട്ടേക്ക് എത്തിക്കാനും ഇവിടെ സജീവമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇതിൻ്റെ ഭാഗമായി ഇന്നലെ ഒരു എ ഗ്രൂപ്പിൻ്റെ യോഗം ചേർന്നിരുന്നു എന്നുള്ളതാണ്. ആ എ ഗ്രൂപ്പ് യോഗത്തിൽ വിവിധ അസോസിയേഷനുകൾ, അതുപോലെ തന്നെ ക്ലബ്ബുകൾ, മറ്റ് സംഘടനകളുടെയൊക്കെ പരിപാടിക്ക് ഈ രാഹുലിനെ കൊണ്ടുവന്ന് പങ്കെടുപ്പിക്കുക എന്നുള്ളതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഓരോ പരിപാടികളിൽ, അതായത് സ്വകാര്യ പരിപാടികളിൽ ഉൾപ്പെടെ രാഹുലിനെ എത്തിച്ച് ഇവിടെ പങ്കെടുപ്പിക്കുക, അങ്ങനെ പങ്കെടുപ്പിച്ച് വീണ്ടും മണ്ഡലത്തിൽ സജീവമാക്കുക എന്നുള്ളതാണ്. രാഹുൽ ഇതുവരെ ഏകദേശം 10 ദിവസത്തിന് മേലെയായി പാലക്കാടേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും അടൂരിലെ വീട്ടിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ സാഹചര്യത്തിലാണ് രാഹുലിനെ വീണ്ടും പാലക്കാട്ടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലൊരു നീക്കം നടക്കുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഈ സി ചന്ദ്രൻ എന്നുള്ള KPCC അംഗത്തിൻ്റെ വീട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്നു എന്നുള്ളതാണ് ഒരു ഭാഗം കോൺഗ്രസ് നേതാക്കൾ തരുന്ന വിവരം. അതേസമയം തന്നെ അത്തരത്തിലൊരു യോഗം സി ചന്ദ്രൻ്റെ വീട്ടിൽ നടത്തിയിട്ടില്ല എന്ന ഒരു ഇതുമായി സി ചന്ദ്രൻ തന്നെ രംഗത്തെത്തുകയുണ്ടായി. തൻ്റെ വീട്ടിലല്ല അങ്ങനെ ഒരു യോഗം നടന്നു എന്നുള്ളതാണ് സി ചന്ദ്രൻ പറയുന്നത്. ഏതായാലും സി ചന്ദ്രൻ്റെ വീട്ടിൽ യോഗം നടന്നോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും യോഗം നടന്നു എന്നുള്ളത് തന്നെയാണ് ഒരു ഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതായത് രാഹുലിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ കോൺഗ്രസ് നേതാക്കൾ, ഒരു ഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതേസമയം തന്നെ ഇതിൽ ഒരു അതൃപ്തി അവർക്കുണ്ട്. അതായത് ഇത്തരത്തിൽ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം, അതിൽ തന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തുടനീളം വലിയ പ്രതിസന്ധിയിലേക്ക് വിഷയം തീർത്തു എന്നുള്ളതാണ്. രാഹുലിനെ അനുകൂലിക്കുന്നതിന് പോലും ബുദ്ധിമുട്ടുന്ന സാഹചര്യം. കാരണം രാഹുലിനെ അനുകൂലിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ എത്തുന്നു. ആ സാഹചര്യത്തിൽ പാർട്ടി ആകപ്പാടെ പ്രതിസന്ധിയിലായി മാറുന്നു. ഇപ്പോഴാണെങ്കിൽ ക്രൈംബ്രാഞ്ചും കേസെടുത്ത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ പോലും രാഹുലിനെ സംരക്ഷിക്കുന്ന നീക്കമാണ് ഷാഫി പറമ്പിലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പാലക്കാട് നിന്ന് ഏറ്റവും പുതുതായിട്ട് വരുന്ന വിവരം. അതുമാത്രമല്ല, ഒരു വിഭാഗം നേതാക്കൾക്ക് ഈ ഷാഫി വീണ്ടും രാഹുലിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തുന്നതിൽ കടുത്ത എതിർപ്പും വിയോജിപ്പുമാണ് ഉള്ളത് എന്നുള്ളതാണ്. ശരി.